നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്കി. കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കൊടിയേറി. കാലവർഷം കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, കൃഷിനാശം. വാർത്തകൾ വിശദമായി. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജീവനക്കാർ അംഗൻവാടികൾ അടച്ചിട്ട് സമരം നടത്തി. 7 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. തൊടുപുഴയിൽ നടന്ന പ്രകടനത്തിനും യോഗത്തിനും സംഘടനാ പ്രസിഡന്റ് മേരി ജോൺ, സെക്രട്ടറി KP മേരി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ അംഗൻവാടി ജീവനക്കാർക്ക് സമാധാനപരമായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഒന്ന്, അംഗൻവാടിക്കാരുടെ മേൽ നിരന്തരമായ ഭീഷണികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ ഭാഗത്തുനിന്ന്, അതോടൊപ്പം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന്, ഇതിനെല്ലാം സഹായിക്കുന്ന തരത്തിൽ അംഗൻവാടിക്കാരുടെ വേതനം തന്നെ, അനുവദിച്ച വേതനം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള ഗവൺമെന്റിന്റെ തീരുമാനം. മറ്റൊന്ന്, അംഗൻവാടിക്കാർ കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കൊടിയേറി. തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി MD അർജുനൻ സമ്മേളനത്തിന് പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് KA മാത്യു, സെക്രട്ടറി V അബ്ബാസ്, ട്രഷറർ M ഉദയസൂര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ 10-നാണ് ഉദ്ഘാടന സമ്മേളനം. സംസ്ഥാന ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചതിന് ശേഷം DA കുടിശ്ശിക പൂർണ്ണമായി അനുവദിച്ചതിന് ശേഷം നടക്കുന്ന സമ്മേളനം എന്ന നിലയിൽ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഒക്ടോബർ 12, 13, 14 തീയതികളിൽ തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ഈ ജില്ലാ സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 400 പ്രതിനിധികൾ പങ്കെടുക്കുന്നതാണ്. അഡ്വക്കേറ്റ് PT തോമസ് MLA MP നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. KPC ജനറൽ സെക്രട്ടറി A മാഗസ്തി, DC പ്രസിഡന്റ് റോയ് K പൗലോസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കൾ പങ്കെടുക്കുന്നു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും മറ്റും നാളെ ഉണ്ടാകും. തീർച്ചയായിട്ടും ജീവനക്കാരുടെ എല്ലാ ഡിമാൻഡുകളും. തമിഴ്നാട് കാരക്കോണത്ത് നിന്നുള്ള ദേശീയ ദുരന്ത നിവാരണ സേന 474 നമ്പർ ബലാറ്റിയൻ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ NCC അംഗങ്ങൾക്ക് ദുരന്ത നിവാരണത്തിൽ പരിശീലനം നൽകി. 31 അംഗ സേനാ യൂണിറ്റാണ് പരിശീലനം നൽകിയത്. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതിനെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരിതമുണ്ടായാൽ അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുവാൻ ഒരുപക്ഷെ അവിടെ വന്നു പോകുന്ന എല്ലാവരെയും സാധിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസ്, ബർസാർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് എന്നിവർ ചടങ്ങിൽ ആശംസ അർപ്പിച്ചു. അസിസ്റ്റന്റ് കമാൻഡ് സാൻഡ്രു നേതൃത്വം നൽകി. 11, 12 തീയതികളിൽ സംഘം കഞ്ഞിക്കുഴി, പീരുമേട് സ്കൂളുകളിൽ NCC അംഗങ്ങൾക്ക് പരിശീലനം നൽകും. കാലവർഷം കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടാവുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലും പാടങ്ങളിലും വെള്ളം കയറിയതോടെ മരച്ചീനി കൃഷിക്ക് വ്യാപക നാശമാണ് സംഭവിച്ചത്.
ഏതാനും മണിക്കൂർ വെള്ളക്കെട്ടിൽ നിൽക്കുന്നതോടെ കിഴങ്ങ് ചീഞ്ഞ് നശിക്കുന്നത് മൂലമാണ് കപ്പ കൃഷിക്ക് നാശം സംഭവിക്കുന്നത്. ഏഴല്ലൂർ പാടത്ത് കഴിഞ്ഞ ദിവസം വെള്ളം നിറഞ്ഞതോടെ ഏക്കർ കണക്കിന് കപ്പയ്ക്കാണ് കേട് സംഭവിച്ചത്. ക്ഷീരവികസന വകുപ്പുമായി സഹകരിച്ച് ഏഴല്ലൂർ ആപ്കോ പാൽ ഗുണനിയന്ത്രണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ജെറോം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ജോബി പടിഞ്ഞാറയിൽ അധ്യക്ഷനായിരുന്നു. ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥരായ രാജൻ ജോസഫ്, അമ്പിളി, സുപ്രിയ ബേബി, ഷാഹിദ യുഎ എന്നിവർ ക്ലാസ് നയിച്ചു. ആപ്കോ ബോർഡ് മെമ്പർമാരായ ജോസ് തോമസ്, ജെയിംസ് ജോർജ്, എൽവിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഒരേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരു പശുവിനെ മാത്രം വളർത്താൻ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു കുടുംബം ചെലവഴിക്കുന്ന അനേകം കുടുംബങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ക്ഷീര കർഷകർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ പണ്ടത്തേതുപോലെയല്ല, ഇപ്പോൾ കൂടുതലും പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പഞ്ചായത്തിൽ നിന്നും ജില്ലയിൽ നിന്നും ബ്ലോക്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എത്രമാത്രം ഉപകാരപ്രദമായ രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും കന്നുകുട്ടി പരിപാലനത്തിനും പശു വളർത്തലിനും എല്ലാം ആനുകൂല്യം വെക്കുന്നുണ്ട്. പക്ഷെ കന്നുകുട്ടി പരിപാലനം പഞ്ചായത്തിൽ നിന്നും വാങ്ങുന്നു, അതല്ലെങ്കിൽ ബ്ലോക്കിൽ നിന്നും വാങ്ങുന്നു, മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വാങ്ങുന്നു. അതിനെ വളർത്തി വലുതാക്കി പ്രസവിച്ച് പാല് ഉൽപ്പാദിപ്പിക്കുന്ന എത്ര പേർ ഉണ്ട് എന്ന് ആലോചിക്കും. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ റിവർ വാലി പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ജോസ് മാത്യു അധ്യക്ഷനായുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ക്ലബ്ബ് നടപ്പാക്കുന്ന സേവന പദ്ധതികളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിന്റെ മാറ്റത്തിനു വേണ്ടി വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെയാണെങ്കിൽ ഇവിടെ നമ്മുടെ മൂലമറ്റത്തെ അസീസി ഇവിടെ സിസ്റ്റേഴ്സ് ഇവിടെ എത്തിക്കാൻ അവർ നടത്തുന്ന സ്ഥാപനത്തിന് മന്ദിരമുണ്ടാക്കുന്നതിന് വേണ്ടി ലയൺസ് ക്ലബിന്റെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അസിസി നടത്തുന്ന സിസ്റ്റേഴ്സ് അവിടെ മാനസികമായി രോഗം പിടിപെട്ട് കഷ്ടപ്പെടുന്ന ആളുകളെ നിസ്വാർത്ഥമായ സേവനം നടത്തി അവരെ പരിരക്ഷിക്കുക എന്ന മഹനീയമായ പ്രവർത്തനം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കും. ബിസിനസ് ന്യൂസ്. കാരിക്കോട് പടിപ്പുരയ്ക്കൽ ബിൽഡിംഗ്സിൽ ഓർക്കിഡ് കേറ്ററിംഗ് സർവീസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനം മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സുബൈദ സെയ്ദ് മുഹമ്മദ്, ടി എം സലീദ്, മാരിൽ കൃഷ്ണൻ നായർ, ഇമാം കൌൺസിൽ ചെയർമാൻ ഷാഹിദ് MSM, മൂസ നജ്മി, AM ഹാരിദ് എന്നിവർ പങ്കെടുത്തു. ഓർക്കിഡ് കേറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ആണ് ഓർക്കിഡ് കേറ്ററിംഗ് സർവീസ് എന്ന സ്ഥാപനം നടത്തുന്നത്.
തൊടുപുഴ ഉപാസന ആഭിമുഖ്യത്തിൽ കരിയർ സെമിനാർ സംഘടിപ്പിച്ചു. കരിയർ വിദഗ്ധൻ ബാബു പള്ളിപ്പാട്ട്, പ്രൊഫസർ വി.എ. ജോസഫ്, തോമസ് കുണിഞ്ഞി തുടങ്ങിയവർ സെമിനാർ നയിച്ചു. സ്റ്റഡീഡായിട്ടുള്ള ഒരു അക്കാഡമിക് സമീപനമാണ് ഇതിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം പുതിയ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് നമ്മളോട് ആവശ്യപ്പെടുന്ന ചില പ്രത്യേകതകൾ, എന്നാൽ നമ്മൾ അതിന് കൊടുക്കുന്ന മറുപടികൾ ഒക്കെ കൂടി അകപ്പാടെ സങ്കീർണമായ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിദ്യാഭ്യാസം മുതൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള IIT-കളിലെയും IIM-കളിലെയും ഇന്ത്യൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയൊക്കെ റിസർച്ച് അടക്കമുള്ള മേഖലകളിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ അത് എത്രമാത്രം നമ്മുടെ സാമൂഹ്യ വളർച്ചയ്ക്കും നമ്മുടെ പഴുക്കാകുളം ഹരിത റെസിഡൻസ് അസോസിയേഷനും ജില്ലാ ഹോമിയോ ആശുപത്രിയും ചേർന്ന് സൌജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും പകർച്ചപ്പനിക്കെതിരെ പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി. പഴുക്കാകുളം ഹെൽത്ത് സെന്ററിൽ മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിലി സാഹിബ്, മുനിസിപ്പൽ കൌൺസിലർ മേഴ്സി കുര്യൻ, ട്രാക്ക് പ്രസിഡന്റ് MC മാത്യു എന്നിവർ ആശംസ അർപ്പിച്ചു. നമുക്കറിയാം, റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ തൊടുപുഴ മുനിസിപ്പൽ പ്രദേശത്ത് വളരെയേറെ ക്രിയാത്മകമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സജീവമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ട്രാക്ക് തന്നെ നേതൃത്വം കൊടുത്ത ഇത്തരം കാര്യങ്ങളിൽ വളരെ താൽപര്യത്തോടുകൂടി നിർദ്ദേശങ്ങൾ വയ്ക്കുകയും അവ പ്രാവർത്തികമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ശുചിത്വമുള്ള ഒരു പട്ടണമാക്കി തൊടുപുഴയെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുനിസിപ്പൽ കൌൺസിൽ മറ്റ് സന്നദ്ധ സംഘടനകളോട് ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നമുക്ക് ഒട്ടേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിസര ശുചീകരണം ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന സ്ഥിതി ഇന്ന് തൊടുപുഴയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. പാറക്കടവിൽ തന്നെ കഴിഞ്ഞ 30 വർഷമായി കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു വർഷക്കാലത്തെ ഒരു വലിയ പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വീടുകളിലും അവരവരുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള വലിയൊരു പദ്ധതി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ആ പദ്ധതി ഒരു വർഷം കൊണ്ട് നഗരസഭയിൽ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ രോഗപ്രതിരോധ രംഗത്ത്, ആരോഗ്യപരിപാലന രംഗത്ത് സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനം, അത് മറ്റ് വികസന പ്രവർത്തനങ്ങളെ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു മേഖലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നടക്കുന്നത്. കാണാനില്ല. തൊടുപുഴ ഡയറ്റ് സ്കൂൾ അധ്യാപകൻ കാഞ്ഞിരമ്പാറ കല്ലമ്പിള്ളിയിലും ദാമോദരൻ നമ്പൂതിരിയാണ് കാണാതായത്. 50 വയസ്സ് പ്രായമുണ്ട്. 5 അടി 6 ഇഞ്ച് ഉയരം, ക്ലീൻ ഷേവ്, വെളുത്ത നിറം. കാണാതാവുമ്പോൾ വെള്ളമുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. വിവരം ലഭിക്കുന്നവർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്കി. കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കൊടിയേറി. കാലവർഷം കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, കൃഷിനാശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.